പുറത്തു വരികയില്ലെന്ന് പറഞ്ഞ് കാവൽ നിൽക്കുന്ന സകല കാവൽക്കാരുടെയും കണ്ണുകൾക്ക് കാഴ്ചയില്ലാതാകത്തക്ക നിലകളിൽ പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി കാരാഗൃഹത്തിനകത്തേക്ക് ഇറങ്ങി. ഓ ജീസസ്. കേട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി ദൈവസന്നിധിയിൽ വചനത്തെ വെച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ പുറത്തു വിടത്തില്ലെന്ന് കരുതി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി പിശാച് വെച്ചിരിക്കുന്ന സകല കാവലുകളെയും അന്ധത പിടിപ്പിക്കുമാറ് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്നു പകൽ ചില കണ്ണുകളെ ദൈവം, നിങ്ങൾക്ക് വിരോധമായ ചില കണ്ണുകളെ കെട്ടും. നിങ്ങൾ പുറത്തു വരും. പിശാചിന് അതിനെ തടയാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് വിരോധമായി പുറത്തു വരാൻ കഴിയാതെ ഒതുക്കി വെച്ചിരിക്കുന്ന പിശാച് അതിനെ കാവൽ നിർത്തിയിരിക്കുന്ന ചില കാവലുകളുടെ കണ്ണിനെ അന്ധത പിടിപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരും. അങ്ങനെ ദൈവം ഇടപെടാൻ പോവുകയാണ്. ഈ ദൂത് ഇന്ന് പകലൊന്ന് ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. നിന്റെ ജോലിയിൽ ദൈവം അങ്ങനെ ഇടപെടാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ അങ്ങനെ ദൈവം ഇടപെടാൻ പോകുന്നു. നിന്റെ രോഗത്തിന്റെ മേൽ അങ്ങനെ ദൈവം ഇടപെടാൻ പോകുകയാണ്. നിന്റെ പ്രശ്നത്തിന്റെ മേൽ ദൈവം അങ്ങനെ ഇടപെടാൻ പോകുകയാണ്. നിന്റെ മക്കളുടെ മേൽ ദൈവം അങ്ങനെ ഇടപെടാൻ പോകുകയാണ്. നിന്റെ സമ്പത്തിന്റെ മേൽ ദൈവം അങ്ങനെ ഇടപെടാൻ പോകുകയാണ്. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ദൈവം അങ്ങനെ ഇടപെടാൻ പോകുകയാണ്. ചില അതിരുകൾ പിടിക്കുകയാണ്. കാരാഗൃഹത്തിന്റെ അതിരുകളെ ദൈവം നിനക്കായി പൊളിക്കുകയാണ്. ആ അതിര് പറഞ്ഞു, ഇതിനകത്തപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ചില അതിരുകൾ വെച്ചിട്ടുണ്ട്. ചില അതിരുകൾ പറഞ്ഞു, ഇതിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ ഒക്കത്തില്ല. പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കാരാഗൃഹത്തിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ ഒക്കത്തില്ല. 16 കാവൽക്കാർ മാത്രമല്ല, കാരാഗൃഹത്തിന്റെ ചുറ്റുഭാഗം അടയപ്പെട്ട് കിടക്കുകയാണ്. നിനക്ക് പോകാൻ ഒക്കത്തില്ല. അതിരുകൾ വെച്ചിരിക്കുകയാണ്. അതിരുകൾ. ഓ ലവ് യു ജീസസ്. അതിരുകൾ വെച്ചിരിക്കുക. പ്രാർത്ഥിക്കുന്ന നിനക്ക് ചുറ്റും അതിരുകൾ. എന്തുവാന്നറിയാം? അതിരുകളെ ഞാൻ പറയാം. അതിരുകൾ എന്താണെന്നറിയാമോ? പരിമിതികളുണ്ട്. പരിമിതികൾ. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, പരിമിതികളുണ്ട്. ആരാധിക്കുന്നവൻ ആരാധിക്കാൻ ഒക്കാത്ത പരിമിതികൾ. വചനം വായിക്കുമ്പോൾ കഴിയാത്ത പരിമിതികൾ. രോഗമാണെങ്കിൽ സൗഖ്യം കാണാത്ത പരിമിതികൾ. പൈശാചിക പ്രശ്നമാണെങ്കിൽ ഡെലിവറൻസ് കാണാൻ കഴിയാത്ത പരിമിതികൾ. ഒത്തിരി പരിമിതികളാൽ ഒതുക്കപ്പെട്ടു വെച്ചിരിക്കുന്ന പരിമിതികളെ അതിരുകൾ വിശാലമാക്കുന്ന ദൈവപ്രവർത്തികൾ ഉണ്ടാകും. അങ്ങനെ ചില ദൈവപ്രവർത്തികൾ, അതിരുകൾ വിശാലമാക്കുന്ന ദൈവപ്രവർത്തികൾ, അതിരുകൾ വിശാലമാക്കുന്ന ദൈവപ്രവർത്തികൾ എന്ന് ഞാൻ ആത്മാവിൽ അത് കാണുന്നു. ഒതുക്കി വെച്ച മണ്ഡലത്തിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഇടപെടൽ. പരിമിതികൾ പൊളിയും. കാരാഗൃഹത്തിനകത്തുനിന്ന് പുറത്തു വരും. അപ്പോസ്തല പ്രവചനത്തിനകത്ത് കൈകാലുകൾ ആമത്തിൽ ഇട്ടുവെച്ച് കാരാഗൃഹത്തിനകത്ത് ആയിരിക്കുമ്പോൾ അർദ്ധരാത്രിയുടെ സമയം അവർ പാടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കി. ചേർന്ന് പറഞ്ഞ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കി. ഹല്ലേലൂയ. ചങ്ങലകൾ അഴിഞ്ഞു, ബന്ധനങ്ങൾ മാറി, പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥകൾ പരിമിതികളിൽ നിന്ന് പുറത്തു വന്നു. ആരാധനയുടെ നടുവിൽ പരിമിതികളിൽ നിന്ന് പുറത്തു വരുന്ന ദൈവപ്രവർത്തികൾ ഉണ്ടാകും.
ആരാധനയുടെ നടുവിൽ പരിമിതികളിൽ നിന്ന് പുറത്തു വരുന്ന ദൈവപ്രവൃത്തി ഉണ്ടാകും. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പുറത്തു വരാൻ കഴിയാത്ത പരിമിതികളെ സ്വർഗം ഇന്നു പകൽ പൊളിക്കുകയാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ ഡെലിവറൻസ് ഇന്ന് പകലൊന്ന് സ്വീകരിച്ചാട്ടെ. നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ മനസ്സിലേക്ക്, നിന്റെ വീട്ടിലേക്ക്, നിന്റെ തലമുറകളിലേക്ക്, നിന്റെ വിഷയത്തിലേക്ക്. ഓ